ഗൈസ് ആദ്യം ഈ വണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല ഹൈ പ്രൈസ് എക്സ്പെക്റ്റേഷനാണ് വെച്ചത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പം മാരുതി അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസിലേക്കാണ് ഈ വണ്ടി ഇറക്കിയത്. 15.99 lakhs to 19.79 lakhsiലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ റിവ്യൂസ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ എല്ലാം ഏകദേശം ഒരു 25 to 28 lakhsiൻ്റെ ഇടയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ നമുക്ക് ഈ ഒരു പ്രൈസിൽ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 10 inches സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ് ഈ സ്ക്രീൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബസ്സിലുള്ള പോലെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടുന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഈ സെൻറ്റർ ഗ്യാപ്പിൽ കൂടെയാണ് ഇത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, അവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു വിയർഡ്നെസ് തോന്നുമായിരിക്കും. പിന്നെ ഓട്ടോ എ സി അവൈലബിൾ ആണ്. ഇത് പുതിയ കൺട്രോൾ പാനലാണ് വരുന്നത്. നമ്മൾ വേറെ സുസുക്കിയുടെ വണ്ടികളൊന്നും ഈ ഒരു പാനൽ കണ്ടിട്ടില്ല. ഇവിടെ ഒരു വോളിയം സ്ലൈഡറും ഒരു ഫിസിക്കൽ ബട്ടൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ റീജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ടച്ച് സ്ക്രീനിലേക്ക് പോകണം. അതുപോലെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിനകത്ത് വരുന്നുണ്ട് ഫ്രണ്ടിൽ 2 സീറ്റ്സ്, അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും ടച്ച് സ്ക്രീനിലേക്ക് പോകണം. ഡ്രൈവർ സീറ്റ് നമുക്ക് 10-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. കോ പാസഞ്ചർ സീറ്റ് നമുക്ക് നോർമൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആൻഡ് ഇനി ഇവിടുത്തെ ഒരു ഡാഷ്ബോർഡ് ഫിനിഷ്, ഇത് നമ്മൾ പൊതുവേ മാരുതി വണ്ടികളിൽ കാണാത്ത പോലത്തെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിനിഷാണ്. നമ്മളെപ്പോഴും കോമൺ ആയിട്ടുള്ള പാർട്ട് ഷെയറിംഗ് കാണാറുണ്ട്. ഇതിൻ്റെ അകത്ത് അത്രയും പാർട്ട് ഷെയറിംഗ് ഇല്ല. പിന്നെ ഈ മെറ്റീരിയൽ എല്ലാം വരുന്ന സോഫ്റ്റ് ടച്ച് ആണ്. ഡോർ പാഡ്സിലും ഇവിടെ മെറ്റീരിയൽ സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും സോഫ്റ്റ് ടച്ച് പാഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിറേഴ്സിൻ്റെ കൺട്രോൾ എല്ലാം അതിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് നേരത്തെ ഉള്ള മാരുതി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ അഗെയിൻ സെയിം ആണ്. സോ ഇവർ ആക്ച്വലി കുറച്ച് പാർട്സ് സെയിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ കുറച്ച് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള പാർട്സിലേക്കും പോയിട്ടുണ്ട്. സ്ക്രീനിൽ നമുക്ക് 360° ക്യാമറ വരുന്നുണ്ട്. ബാക്കിയുള്ള മാരുതികളിൽ കിട്ടുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ വയർലെസ് ചാർജർ ഉണ്ട്. ആൻഡ് നമുക്ക് ഇവിടെയാണ് ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നത്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് കഴിഞ്ഞാൽ പാർക്കിലേക്ക് പോകും. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്, മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സും അതുപോലെ നമ്മുടെ ട്രാക്ഷൻ മോഡ്സും പിന്നെ 1 pedal ഡ്രൈവിങ്ങിൻ്റെ മോഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് റൂഫാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പാനറോമിക് അല്ല, ജസ്റ്റ് ഇവിടെ മാനുവലായിട്ട് സ്ലൈഡ് ചെയ്ത് തന്നെ ചെയ്യണം. നമുക്കിതിൻ്റെ അഡാസ് ഫീച്ചേഴ്സും കൂടെ നോക്കാം. ടോട്ടൽ 10 അഡാസ് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. നമ്മളിപ്പോൾ ലെയിൻ കീപ്പേഴ്സ് അസിസ്റ്റ് ഇട്ടിരിക്കുകയാണ്, വണ്ടി തന്നെ ലൈൻ പിടിച്ചോളും. എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ഫ്രണ്ടിലെ വണ്ടി അനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ആവും. ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ സ്പേസ്, ഫ്ലോർ കുറച്ച് ഹൈ ആണ്, സ്പേസ് വലിയ കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അവർ ഈ സീറ്റ്സ് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂട്ട് സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ബാക്കിൽ ആംബ്രസ്റ്റ് അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് 238 liters ആണ് ഏറ്റവും മിനിമം കപ്പാസിറ്റി. സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കുകയാണെങ്കിൽ മാക്സിമം 306 liters വരെ പോകും. ബാക്കിൽ ഒരു ഇൻഫിനിറ്റിയുടെ സബ്വൂഫർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടോട്ടൽ 10 സ്പീക്കർ ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിന് ഇത്രയും ഡീറ്റെയിൽസ് കണ്ടു. ഇതിൻ്റെ ബാക്കി ഇലക്ട്രിക് കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കെർവിയുടെ ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് 25.5 lakhs ആണ് ഏകദേശം ഓൺ റോഡ്. ആൻഡ് ക്രെറ്റ ഇലക്ട്രിക് ഓൾമോസ്റ്റ് 28 lakhs അടുത്ത് വരും. ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഇതുവരെ വന്നിട്ട്